ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഓർക്കിഡിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് സെയിലിന് വരുമ്പോൾ പ്ലാന്റ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മുടെ കയ്യിൽ തീരെ കുഞ്ഞ് പ്ലാന്റ്സ് എല്ലാം കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്നോ രണ്ടോ പോട്ടിനകത്ത് ഒരുപാട് തൈകൾ വെറുതെ വെച്ച് കുറച്ച് ഓടും കഷ്ണം, കുറച്ച് ചകിരിച്ചോറും, കുറച്ച് ചാർക്കോളൊക്കെ ഇട്ട് വെറുതെ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം എനിക്കിപ്പോൾ പിടിച്ച് വന്നിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് റിപ്പോർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പലരും പറയാറുണ്ട് എത്ര ഹെൽത്തി പ്ലാന്റ്സ് കിട്ടിയാലും അത് ഓർക്കിഡ് പിടിച്ച് സെറ്റായിട്ട് വരുന്നില്ല എന്ന്. ഇത് കണ്ടില്ലേ നിങ്ങൾ, ഞാൻ ഇങ്ങനെയാണ് വെറുതെ വെച്ചിരിക്കുകയാണ്. സമയമില്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ ഒന്ന് ഫ്രീ ടൈം വന്നപ്പോൾ നമ്മളതൊന്നും എടുത്ത് റിപ്പോർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ചാർക്കോളാണേ. അപ്പോൾ ആ ചാർക്കോൾ ഒന്ന് വെള്ളത്തിൽ അതിൻ്റെ ആ പുളിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാനായിട്ട് കുറച്ച് നേരം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ എല്ലാ ചെടികളിലും നിറയെ നല്ല പുതിയ വേരുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പുതിയ വേരുകൾ വന്നിട്ടുണ്ട്, പുതിയ ഇള പൊട്ടി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ഹെൽത്തി ആണോ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അതിൻ്റെ വേരിൻ്റെ അറ്റം പച്ച കളറിൽ വരും. അങ്ങനെ വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഓർക്കിഡ് ഹെൽത്തി ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ 2-4 പോട്ടിൽ നിന്നും കണ്ടില്ലേ ഇത്രയും ചെടികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വെറുതെ അന്ന് സമയമില്ലാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ജസ്റ്റ് വെറുതെ വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ അത് നമ്മൾ ചെറിയൊരു ചട്ടി, ഈ ഒരു ചട്ടി മതി കേട്ടോ നമ്മുടെ ചെടി പൂവിട്ട് വരുന്നത് വരെയും. പൂവിട്ടാലും നമുക്ക് അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. പിന്നെ ഇത്തരം ഒരുപാട് വലിയ ചട്ടികളല്ലാത്തത് കൊണ്ട് നമുക്കിത് കൈകാര്യം ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ 2-3 ഓടും കഷ്ണം ഞാൻ അടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ചാർക്കോൾ ഇട്ടിട്ട് ആ ചെടികളുടെ മുള വരുന്ന ഭാഗങ്ങളിലൊന്നും കരിക്കഷ്ണമൊന്നും ആവാത്ത രീതിയിലാണ് വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതോടൊപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. 1000 രൂപയ്ക്ക് 10 പ്ലാന്റ്സ് എന്നൊരു കോംബോ നമ്മൾ കുറച്ച് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഷിപ്പിംഗ് ചാർജ് അഡീഷണലായിട്ട് വാങ്ങിയിരുന്നു. അപ്പോൾ അന്നത്തെ നമ്മുടെ ആ ഒരു പ്ലാന്റും വീഡിയോ വന്നതോട് കൂടി ടാഗൊന്നും ഇടാനുള്ള ഒരു സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി നമ്മൾ 1100 രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ പുതിയ പ്ലാന്റ്സ് ഈ ഒരാഴ്ചക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ അതെല്ലാം വിത്ത് ടാഗാണ് വരുന്നത്. മിക്കവാറും നമ്മൾ അടുത്ത തിങ്കളാഴ്ചക്കായിട്ട് ഡെൻഡ്രോബിയം സീഡ്ലിങ്സിൻ്റെ പുതിയ വെറൈറ്റീസ് സെയിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ നേരത്തെ പറഞ്ഞ് വെക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ. പിന്നെ ഏതൊക്കെ വെറൈറ്റീസാണ് നമുക്ക് കിട്ടുന്നതെന്ന് കൺഫേം ആയിട്ടില്ല. അപ്പോൾ അന്നേരം നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് വരും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഈ ഒരു ചെടി ഇവിടെ നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എല്ലാ ചെടികളും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെടി മാത്രം വെക്കുന്നതാണ് നിങ്ങളെ കാണിച്ചത് കേട്ടോ. ഓർക്കിഡ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അതിനകത്ത് പെട്ടെന്ന് പൂവുണ്ടായി കാണാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ എപ്പോഴും നമ്മുടെ ചെടീനെ ഒന്ന് മെച്ചുവേർഡ് പ്ലാന്റ് ആക്കി മാറ്റുക. അതിന് നമ്മൾ മറ്റു കുറേ നാടൻ വഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ രാസവളങ്ങൾ തന്നെ കൊടുക്കാതെ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കുറച്ച് സംഗതികൾ വെച്ചിട്ട് നമുക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കറ്റാർവാഴ ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ കറ്റാർവാഴ ഒന്ന് മിക്സിയിലടിച്ച് ജ്യൂസാക്കിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് ഈ ചെടിച്ചട്ടി ഉണ്ടല്ലോ ഇതേ പാടെ എടുത്തിട്ട് നമ്മുടെ ആ ഒരു വെള്ളത്തിനകത്തേക്ക് ഒന്ന് മുക്കിയിട്ട് 1-2 മിനിറ്റൊക്കെ മുക്കി വെച്ചിട്ട് നമ്മുടെ ചെടി ഇങ്ങോട്ട് പൊക്കി മാറ്റുക കേട്ടോ. ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ വെള്ളത്തിൽ മുക്കിയെടുക്കുമ്പോൾ അത് കുറച്ചുകൂടി നല്ലൊരു കാര്യമാണേ. അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയില അതും ഇതേപോലെ മിക്സിയിലടിച്ച് ജ്യൂസ് പോലെ ആക്കിയിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഇതേപോലെ നമ്മുടെ ഈ ചട്ടി അതിനകത്തേക്ക് ഇങ്ങനെ മുക്കിയെടുക്കുക. പിന്നെ നമ്മുടെ അറിയാലോ പച്ചച്ചാണകം ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഓർക്കിഡിന്. അപ്പോൾ പച്ചച്ചാണകം, കടലപ്പിണ്ണാക്ക്, പിന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും, കുറച്ച് ശീമക്കൊന്നയുടെ ഇല, ഒരു ചെറിയ കഷ്ണം ശർക്കരയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് 4-5 ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് ആ ഒരു തെളി നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ടും അതിനകത്തും നമ്മുടെ ഈ ചെടിച്ചട്ടി ഇങ്ങനെ മുക്കിയെടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് കേട്ടോ. ഇതിൻ്റെ വളർച്ചയെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ. പിന്നെ ചെടി നമ്മളൊരു 5-6 മാസമൊക്കെ ആയതിനു ശേഷം മാത്രം, അതായത് മെച്ചൂർഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം പൂക്കൾ ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള
ഫെർട്ടിലൈസേഴ്സ് എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെറിയൊരു പോട്ട് എടുത്തത്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.